Dear students, welcome back to the social science class. In this class, we can learn the medieval European history. Medieval period began in 5th century to 15th century in the medieval world. Most of the European countries are developed in that time. What is the reason behind for the development? What is the social strata of the society? Like that, some details we can learn in this chapter. All are ready? Okay. All are look this description. എല്ലാ കുട്ടികളും പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ നൽകിയ ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കൂ. എന്ത് മനസ്സിലായി? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. വാട്ട് ഇൻഫർമേഷൻ അബൌട്ട് ദി ഹിസ്റ്ററി ഓഫ് മിഡീവൽ യൂറോപ്പ് ക്യാൻ യു ഗ്യാദർ ഫ്രം ദി ഗിവൺ ഡിസ്ക്രിപ്ഷൻ? മധ്യകാല യൂറോപ്പിൻ്റെ ചരിത്രം സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഫസ്റ്റ്, ദ യൂറോപ്യൻസ് കോൺസ്റ്റൻ്റ്ലി ഫേസ്ഡ് അറ്റാക്സ്. യൂറോപ്പിലെ ജനങ്ങൾ നിരന്തരം ആക്രമണങ്ങളെ നേരിട്ടിരുന്നു. സെക്കൻഡ്, ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് പീസസ് ഓഫ് ലാൻഡ് ടു ദി ലോർഡ്സ് ഹു ഹെൽപ്ഡ് ഇൻ ഡിഫെൻഡിങ് ദ അറ്റാക്സ്. ആക്രമണങ്ങളെ ചെറുക്കാൻ രംഗത്തു വന്ന പ്രഭുക്കന്മാർക്ക് രാജാവ് ഭൂമി വീതിച്ചു നൽകിയിരുന്നു. തേർഡ്, ദി ലോർഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ദെയർ ലാൻഡ് എമംഗ് അതേഴ്സ്. പ്രഭുക്കൾ തങ്ങൾക്ക് ലഭിച്ച ഭൂമി അതേ വ്യവസ്ഥയിൽ മറ്റു ചിലർക്ക് കൈമാറി. നെക്സ്റ്റ്, ഫാർമേഴ്സ് വെർ എൻഗേജ്ഡ് ടു വർക്ക് ഇൻ ദിസ് ലാൻഡ് ത്രൂ ഔട്ട് ദ ഡേ. ഇത്തരത്തിൽ വിതരണം ചെയ്യപ്പെട്ട ഭൂമിയിൽ കർഷകരെ കൊണ്ട് പകലന്തിയോളം ജോലി ചെയ്യിപ്പിച്ചു. ആൻഡ് ലാസ്റ്റ്, ദ ലൈഫ് ഓഫ് ദ ഫാർമേഴ്സ് വെർ ആസ് ലൈക്ക് ആസ് സ്ലേവ്സ്. കർഷകരുടെ ജീവിതം അടിമകളുടെ തുല്യമായിരുന്നു. ഈ വിവരണങ്ങളിലൂടെ മധ്യകാല യൂറോപ്പിൻ്റെ ചരിത്രം സംബന്ധിച്ച് ഏകദേശ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ്, ഡ്യൂറിംഗ് ദിസ് പീരീഡ് ദ മിഡീവൽ സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു 4 സ്ട്രാറ്റ ഓർ ഡിവിഷൻസ്. യു നോ ദാറ്റ്. ഇനി മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന വിവിധ വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് പരിചയപ്പെടാം. അക്കാലത്ത് സമൂഹത്തെ 4 മേഖലകളായിട്ട് തരംതിരിച്ചിരുന്നു. അവ ഏതൊക്കെയെന്ന് നോക്കാം. ഓൾ ആർ ലുക്ക് ദിസ് ഡയഗ്രാം. വാട്ട് യു അണ്ടർസ്റ്റാൻഡ്? എല്ലാ കുട്ടികളും നൽകിയിരിക്കുന്ന ഈ ഡയഗ്രാം ഒന്ന് നിരീക്ഷിക്കൂ. എന്ത് മനസ്സിലാവുന്നു? ഓക്കെ, തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ നിന്ന് മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ്, കിങ്, രാജാവ്. സെക്കൻഡ്, ലോർഡ്സ്, പ്രഭുക്കന്മാർ. തേർഡ്, ലെസർ ലോർഡ്സ്, ഇടപ്രഭുക്കന്മാർ. ആൻഡ് ലാസ്റ്റ്, ഫാർമേഴ്സ്, കർഷകർ. എന്നിങ്ങനെ 4 വിഭാഗങ്ങളായിട്ട് മധ്യകാല യൂറോപ്യൻ സമൂഹത്തെ വിഭജിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഓരോ വിഭാഗത്തിൻ്റെയും സവിശേഷതകൾ ഏതൊക്കെയെന്ന് വിശദമായി പരിചയപ്പെടാം. ഓക്കെ, നെക്സ്റ്റ്, മധ്യകാല യൂറോപ്പിൽ രാജാവിന് എന്തെല്ലാം അധികാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. ദ കിങ് എൻജോയ്ഡ് ദി ഹയസ്റ്റ് സ്റ്റാറ്റസ് ഇൻ ദി സൊസൈറ്റി. ഹി വാസ് ദി സോൾ ഓണർ ഓഫ് ദി എൻറ്റയർ ലാൻഡ്. സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം രാജാവിനായിരുന്നു. രാജ്യത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ രാജാവായിരുന്നു. ഹി ഡിസ്ട്രിബ്യൂട്ടഡ് ദ ലാൻഡ് എമംഗ് ദ ലോർഡ്സ്. ഇൻ റിട്ടേൺ ദ ലോർഡ്സ് ഓഫേർഡ് മിലിറ്ററി സർവീസ്. രാജാവ് ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകി. ഇതിനു പകരമായി പ്രഭുക്കന്മാർ രാജാവിന് സൈനിക സേവനം നൽകി. ദ ലോർഡ്സ് ഇൻ ടേൺ ഗേവ് എ പാർട്ട് ഓഫ് ദർ ലാൻഡ് ടു ലെസർ ലോർഡ്സ് ആൻഡ് ഡിമാൻഡഡ് സർവീസസ് ഫ്രം ദം. ഓരോ പ്രഭുവും തനിക്ക് ലഭിച്ച ഭൂമിയുടെ ഒരു ഭാഗം ഇടപ്രഭുക്കന്മാർ എന്ന മറ്റൊരു വിഭാഗത്തിന് നൽകി. പകരം പ്രഭുക്കന്മാർ അവരിൽ നിന്ന് സേവനങ്ങൾ ആവശ്യപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ്, ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ദി സോഷ്യൽ സിസ്റ്റം ഇൻ മിഡീവൽ യൂറോപ്പ് ഫോംഡ് ഓൺ ദി ബേസിസ് ഓഫ് ലാൻഡ് ഓണർഷിപ്പ് ഈസ് കോൾഡ് ഫ്യൂഡലിസം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥയെയാണ് ഫ്യൂഡലിസം എന്ന് വിളിക്കുന്നത്. ദ വേർഡ് ഫ്യൂഡലിസം വാസ് ഡിറൈവ്ഡ് ഫ്രം ദി ജർമ്മൻ വേർഡ് ഫ്യൂഡ് വിച്ച് മീൻസ് എ പീസ് ഓഫ് ലാൻഡ്. ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത്. ഫ്യൂഡ് എന്നാൽ ഒരു തുണ്ട് ഭൂമി എന്നാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ്, മധ്യകാല യൂറോപ്യൻ സമൂഹത്തിൽ കർഷകരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ദ ഫാർമേഴ്സ് സ്റ്റുഡ് അറ്റ് ദി ലോവസ്റ്റ് സ്ട്രാറ്റം ഓഫ് ദി ഫ്യൂഡൽ സൊസൈറ്റി. ദേ വെർ ദി മെജോറിറ്റി ആൻഡ് വെർ കമ്പൽഡ് ടു വർക്ക് ഇൻ ഫീൽഡ് ആൻഡ് ഹൗസസ് ഓഫ് ദി ലോർഡ്സ്.
ഫ്യൂഡൽ സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടിലുള്ളവർ കർഷകരായിരുന്നു. സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗവും അവരായിരുന്നു. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും ജോലി ചെയ്യാൻ ഇവർ നിർബന്ധിതരായിരുന്നു. ഇതായിരുന്നു മധ്യകാല യൂറോപ്യൻ സമൂഹത്തിൽ കർഷകരുടെ അവസ്ഥ. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് മാനർ? മാനർ എന്താണെന്ന് നോക്കാം. ദി വാസ്റ്റ് ഏരിയാസ് ഓഫ് ലാൻഡ് ഹെൽഡ് ബൈ ദി ലോർഡ്സ് വെയർ നോൺ ആസ് മാനർ. പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളെയാണ് മാനർ എന്ന് വിളിച്ചിരുന്നത്. അപ്പാർട്ട് ഫ്രം ദി ഫീൽഡ്സ്, ഈച്ച് മാനർ കൺസിസ്റ്റഡ് ഓഫ് മിഡോസ്, മാനർ ഹൗസ് ഓർ ദി റെസിഡൻസ് ഓഫ് ദി ലോർഡ്, മിൽസ്, ഹട്ട്സ് ഓഫ് ഫാമേഴ്സ് ആൻഡ് എ പ്ലേസ് ഓഫ് വർഷിപ്പ്. ഓരോ മാനറിലും കൃഷിഭൂമിക്ക് പുറമെ മേച്ചിൽ സ്ഥലങ്ങൾ, പ്രഭുവിൻ്റെ വലിയ വീട്, മില്ലുകൾ, കർഷകരുടെ കുടിലുകൾ, പ്രാർത്ഥനാലയം തുടങ്ങിയവ ഉണ്ടായിരുന്നു. മാനറിൻ്റെ ഒരു വീഡിയോ ശ്രദ്ധിക്കൂ. ഓക്കെ. Welcome to Manor Lords. Let's get to work. In this video, I'd like to introduce you to some of the core mechanics of the game, including regional development, trade, and military recruitment. We need more workers here. The map in Manor Lords is divided into regions. Each region has its own resources, as well as a development tree. When you upgrade the residential buildings in the region, you get development points, which you can spend to unlock new development branches. This means that different regions may specialize in different things. Some may be more optimized for farming, some for mining, and some will process the resources to make expensive goods, like shoes or clothing. Depending on the optimization of your production chains, the price of the goods will change, affecting the market attractiveness. Free merchants will travel more frequently to towns that have rare and more affordable goods. These merchants are the only way to get wealth in the game. Lord's treasury, however, is split from the regional wealth. As the lord or lady, you must tax your towns and villages in order to get money for your personal endeavors. There are different taxes giving various benefits. For example, the tithe goes straight to the church. And subreddit. See you. നെക്സ്റ്റ് ടോപ്പിക്, സിറ്റീസ്, നഗരങ്ങൾ. മധ്യകാല യൂറോപ്പിൽ പുതിയ നഗരങ്ങൾ രൂപപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. Many new cities developed in Europe by the 11th century CE. Centers of trade and handicrafts gradually developed into cities. Areas around ports also became cities. CE 11ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ വളർന്നു വന്നു. കച്ചവട പ്രാധാന്യമുള്ള സ്ഥലങ്ങളും കരകൗശല വ്യവസായ കേന്ദ്രങ്ങളുമാണ് നഗരങ്ങളായി മാറിയത്. തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചും ചില നഗരങ്ങൾ ഉയർന്നു വന്നു. ഇറ്റലിയിലായിരുന്നു ഇത്തരത്തിലുള്ള പുതിയ നഗരങ്ങൾ ആദ്യമായി രൂപപ്പെട്ടത്. അവ ഏതൊക്കെയെന്ന് നോക്കാം. വെനീസ്, മിലാൻ, ഫ്ലോറൻസ് ആൻഡ് ജിനോവ വേർ ദി മേജർ ന്യൂലി ഡെവലപ്ഡ് ഇറ്റാലിയൻ സിറ്റീസ്. വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ എന്നിവയായിരുന്നു ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ. ന്യൂറംബർഗ് ജർമ്മനി, കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി എന്നിവയും അക്കാലത്തെ പ്രധാന തുറമുഖ നഗരങ്ങളായിരുന്നു. ഓക്കെ. നെക്സ്റ്റ്, എന്തൊക്കെ വസ്തുക്കളായിരുന്നു ഈ നഗരങ്ങളിലേക്ക് എത്തിയത് എന്ന് നോക്കാം. സ്പൈസസ്, ജെംസ് ആൻഡ് ക്ലോത്ത്സ് ഫ്രം ഇന്ത്യ ആൻഡ് ചൈന വേർ ഇമ്പോർട്ടഡ് ടു ദീസ് സിറ്റീസ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, രത്നങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയവ പ്രധാനമായും എത്തിയത് ഈ നഗരങ്ങളിലേക്കായിരുന്നു. അവിടെ നിന്നാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയത്. ഓക്കെ. ഇനി നമുക്ക് ഈ നഗരങ്ങളിലെ ഭരണ സംവിധാനം എങ്ങനെയൊക്കെയെന്ന് നോക്കാം. മോസ്റ്റ് ഓഫ് ദീസ് സിറ്റീസ് ഹാഡ് ദെയർ ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. മധ്യകാലഘട്ടത്തിൽ ഉയർന്നു വന്ന മിക്ക നഗരങ്ങൾക്കും സ്വന്തമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ടോൾ ബൗണ്ടറി വാൾസ് വെർ ബിൽഡ് ടു പ്രൊട്ടക്ട് ദീസ് സിറ്റീസ്. ഓരോ നഗരവും വലിയ ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. These cities were not at all hygienic and were under the treat of epidemics like the plague. ശുചീകരണ കാര്യത്തിൽ വളരെ പിന്നോക്കമായതിനാൽ ഇത്തരം നഗരങ്ങൾ പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധിയുടെ ഭീഷണി നേരിട്ടിരുന്നു.
നെക്സ്റ്റ് ബ്ലാക്ക് ഡെത്ത് അഥവാ കറുത്ത മരണം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലേഗ് മൂലം ലക്ഷക്കണക്കിന് ആളുകളാണ് യൂറോപ്പിൽ മധ്യകാലഘട്ടത്തിൽ മരണപ്പെട്ടത്. പ്ലേഗിൻ്റെ ഭയാനകത ചിത്രീകരിക്കുന്ന ബൊക്കാച്ചിയുടെ ഒരു ചിത്ര വീഡിയോ ശ്രദ്ധിക്കൂ. Hey everybody, it's the history teacher. In this episode, fleas carried by black rats brought the plague into Europe. But recent research suggests that fleas carried by gerbils, not rats, were the source of the pandemic. Bubonic plague originally would appear in Paris, London, and Barcelona. By the following year, the pandemic would span from dirty, conditions which accelerated the spread of the disease. Human excrement, trash, and animal carcasses were dead, without knowing why or whether you'd be next. That was the experience of these in France, Germany, Flanders, and elsewhere. Jews were massacred in the belief that they caused the Yersinia pestis virus didn't discriminate, and Jewish people were not spared. When the pestilence depicts human skeletons eerily dancing, cadaver tombs also appeared in the wake of the plague, which are carved a corpse in a state of advanced decomposition. Only wealthy or high-status people could control society. The rich needed peasant labor, but didn't want to pay them higher wages, nor lose control of the rate, which was crushed by the nobles but badly frightened them. In England, attacks increased in 1381. Similar peasant insurrections happened in Spain, Sicily, and Germany. The people who had managed to survive the plague weren't content to let only the elite inherit the earth, not without a struggle at least. The Black Death, including a devastating one in London in 1665. The episode of the Black Death shows the profound impact of disease on human events. Microscopic Yersinia pestis managed to transform whole societies. All right, that's it for now. Next, all are observe the atlas. എല്ലാ കുട്ടികളും ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള അറ്റ്ലസ് ഒന്ന് നിരീക്ഷിക്കൂ. വാട്ട് യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ അറ്റ്ലസ്, ഐഡൻറ്റിഫൈ ആൻഡ് ലിസ്റ്റ് ഔട്ട് ദി കൺട്രീസ് വെർ മിഡീവൽ സിറ്റീസ് മെൻഷൻ ഇൻ ദി അബോവ് മാപ്പ്. അറ്റ്ലസിൻ്റെ സഹായത്തോടെ ഭൂപടത്തിൽ പറയുന്ന മധ്യകാലഘട്ടത്തിൽ വളർന്നു വന്ന നഗരങ്ങൾ ഏതെല്ലാം രാജ്യങ്ങളിലായിരുന്നുവെന്ന് കണ്ടെത്തി എഴുതുക. ഓക്കെ. ആൻസർ: വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ എന്നിവയായിരുന്നു ഇറ്റലിയിൽ വളർന്നു വന്ന പ്രധാന നഗരങ്ങൾ. അതുപോലെ ജർമ്മനിയിൽ ന്യൂറൻബർഗ്, തുർക്കിയിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നിവയായിരുന്നു മധ്യകാല യൂറോപ്പിലെ ഉയർന്നു വന്ന മറ്റ് പ്രധാന നഗരങ്ങൾ. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ഗിൽഡ്? ഗിൽഡുകൾ എന്നാൽ എന്ത് എന്ന് നോക്കാം. The newly developed European cities were the centers of handicrafts and trade. The traders in these cities formed associations called guilds. യൂറോപ്പിൽ പുതുതായി വളർന്നു വന്ന നഗരങ്ങൾ കരകൗശല വ്യവസായത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും കേന്ദ്രങ്ങളായിരുന്നു. ഈ നഗരങ്ങളിലെ കച്ചവടക്കാർ ഗിൽഡുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പാർട്ട് ഫ്രം ട്രേഡേഴ്സ്, ബ്ലാക്ക്സ്മിത്സ്, ഗോൾഡ്സ്മിത്സ്, leather works and carpenters also formed guilds. കച്ചവടക്കാർക്ക് പുറമെ ഇരുമ്പ് പണിക്കാർ, സ്വർണ്ണപ്പണിക്കാർ, തുകൽ പണിക്കാർ, മരപ്പണിക്കാർ എന്നിവരും ഗിൽഡുകൾ രൂപീകരിച്ചു. കൂടാതെ the guilds fixed prices and the quality of products and the working hours of the laborers. വിവിധതരം ഉൽപ്പന്നങ്ങളുടെ വില, ഗുണനിലവാരം, തൊഴിലാളികളുടെ ജോലി സമയം എന്നിവ നിശ്ചയിച്ചിരുന്നതും ഗിൽഡുകളായിരുന്നു. ഓക്കെ. ഇനി ഗിൽഡുകളുടെ ഒരു വീഡിയോ ശ്രദ്ധിക്കൂ. ഓക്കെ. A guild, simply put, is a organization or association of artisans or craftsmen that work for generations. A guild wasn't necessarily a professional association. The term guild derives from the Saxon word gilden, which means to pay or yield on apprentices. Usually these apprentices would be their kin, who would then become journeymen. These journeymen would sometimes then become masters and then take on apprentices of their own. This system would then continue on and aided the economy. They were of great importance to masons, shoemakers, and much, much more. Guilds were a key feature in the Middle Age society. They would boost the middle guilds. I hope everyone is doing well, and up until next time.